A line capital PQ has its end P 15 mm above HP and 10 mm in front of VP. The end capital Q is 55 mm above HP and the line is inclined at 30 degree to HP. The distance between the empty projectors of the line when measured parallel to the intersection of HP and VP is 50 mm. Draw the projection of the line and find the inclination with VP. This is our question. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ നോക്കുക എ ലൈൻ ക്യാപിറ്റൽ പി ക്യൂ. അപ്പോൾ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതായത് പി ഉണ്ട് അതേപോലെ ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? പി ഡാഷ് ക്യൂ വൺ ഡാഷ് പി ക്യൂ വൺ പി ക്യൂ പി ക്യൂ ടു പി ഡാഷ് ക്യൂ ടു ഡാഷ് പി ഡാഷ് ക്യൂ ഡാഷ് ആർക്ക് സ്ട്രെയിറ്റ് ക്യൂ ടു ഡാഷ് ക്യൂ ഡാഷായി മാറുന്നു, ക്യൂ വൺ ക്യൂ ആയി മാറുന്നു, സ്ട്രെയിറ്റ് ആർക്ക്. ഇത് പി ക്യൂ വൺ എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് വൈ, പി ടു ഡാഷ് ക്യൂ ടു ഡാഷ് പി ഡാഷ് ക്യൂ ടു ഡാഷ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് വൈ. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. പിന്നെ മാത്രമല്ല പി ഡാഷ് ക്യൂ വൺ ഡാഷ് ഈസ് ഈക്വൽ ടു പി ക്യൂ ടു ഈസ് ഈക്വൽ ടു true length of the line which is not given. അപ്പോൾ ഇത് ശരിയാവില്ല. പിന്നെ വേറെ തന്നിട്ടില്ല, അങ്ങനെ പ്രത്യേകിച്ച് തന്നിട്ടില്ല. അപ്പോൾ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. The distance between end projectors is given. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ end projectors എന്ന് പറയുന്നത് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ദിസ് ഈസ് ദി പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 15 mm above HP and 10 mm in front of VP. So the point P, capital letter P is in the first quadrant. Therefore P dash will come above XY line and P will come below XY line. ഞാൻ പറഞ്ഞു in front of VP എന്ന് പറയുമ്പോൾ XY ക്ക് താഴെ വരും, above HP എന്ന് പറയുമ്പോൾ XY ക്ക് മേല. Above HP means XY ക്ക് മേല. അപ്പോൾ capital P എന്ന് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് P dash ആയി മാറും, ഇത് P ആയി മാറും. ഓക്കെ. $15 mm above HP. അപ്പോൾ XY ക്ക് മേല. ഓക്കെ. Theta is given. Now this line is a line cap. അപ്പോൾ ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് HP and VP ആണ്. അപ്പോൾ ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഈ താഴെ ഇവിടെയുള്ള ഈ ഫ്ലോർ അതായത് ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും ആണെങ്കിൽ, ഈ വൈറ്റ് ബോർഡ് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും ആണെങ്കിൽ ഈ കാണുന്ന ലൈൻ എ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വെക്കാം? ഈ ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി എന്ന് പറയുന്നത് കേട്ടോ. This line is 30 degree with HP and 45 degree with VP. It is towards you. അതായത് ഇവിടുന്ന് ഇങ്ങനെ വെക്കാം നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കും വെക്കാം. ടുവേർഡ്സ് VP എന്ന് പറഞ്ഞിട്ട് വെക്കാം. 30 degree with HP and 5 degree with VP ഇങ്ങനെ വെക്കാം. 30 degree with HP and 5 degree with VP ഇങ്ങനെയും വെക്കാം. 5 degree with VP ടുവേർഡ്സ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചോളൂ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ടുവേർഡ്സ് യു ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പം. മറ്റേ ടൈപ്പിൽ ചെയ്താൽ ശരിയാണ്, ബട്ട് ഇറ്റ് വിൽ ബി വെരി ഈസി. ടുവേർഡ്സ് യു അവേ ഫ്രം VP എന്നുള്ള ഇതിൽ വെക്കുക ഇങ്ങനെ. 30 degree with HP and 50 degree with 5 degree with VP ടുവേർഡ്സ് യു ഇങ്ങനെ. ദാറ്റ് ഈസ് അവേ ഫ്രം ബി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് അവേ ഫ്രം VP എന്നുണ്ടാവുക. ഇങ്ങനെ ആകുമ്പോൾ ടുവേർഡ്സ് VP, ഇങ്ങനെ ആകുമ്പോൾ അവേ ഫ്രം VP. ഓക്കെ. അപ്പോൾ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ വെക്കാം, ക്യാപിറ്റൽ Q ഇവിടെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്കായിട്ട് ക്യാപിറ്റൽ Q. ഇറ്റ് ഈസ് വെരി ക്ലോസർ ടു VP and it is away from VP. രണ്ട് ശരിയാണ്. എങ്ങനെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ടുവേർഡ്സ് VP എന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതായിരിക്കും കൂടുതൽ ബെസ്റ്റ്. അവേ ഫ്രം VP ആയിട്ട് Q എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അവേ ഫ്രം VP ആയിട്ട് Q എടുക്കുന്ന സമയത്ത് അവേ ഫ്രം VP ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് ക്യാപിറ്റൽ Q. That is 30 degree with HP and 5 degree with VP. 5 degree with VP. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ബി ഫ്രണ്ട് നോക്കുമ്പോൾ എന്ത് കിട്ടി? 15 mm above HP and 10 mm in front of VP. അപ്പോൾ 15 mm above HP. ക്യാപിറ്റൽ ബി ഇവിടെ P ഡാഷ് കിട്ടി, 15 ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. സോ ഇവിടെ 15 വന്നു. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് Q ഡാഷ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? P ഡാഷ് Q ഡാഷ് കിട്ടി. തീറ്റ 30 ഡിഗ്രി എന്നുള്ളത് ആൽഫയായി മാറി. നെക്സ്റ്റ് ഈ ഇവിടെയുള്ള ഒബ്സർവർ ഇവിടെ പോയിട്ട് നോക്കുന്നത്, ഈ ലുക്സ് ഫ്രം ഹിയർ ടു ഇയാൾ കണ്ണാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ P ഇവിടെ വന്നു, സ്മോൾ P ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ 10 mm in front of VP അത് ഇവിടെ വന്നു. ഇനി ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു, ദാറ്റ് ഈസ് സ്മോൾ Q. സോ ദിസ് ഈസ് ദി സ്മോൾ PQ ആൻഡ് ദിസ് ഈസ് ദി ആംഗിൾ ബീറ്റ. ഇത് ഫൈ നമുക്കറിയില്ല, സോ BT നമുക്കറിയില്ല, അത് നമുക്ക് കാണണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മളിങ്ങനെ ഇത് താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ചിത്രം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതേ മാറും. ഏകദേശം ഇതേ മാതിരി വരും. ശരിയല്ലേ? ഇത് ക്യൂ ഡാഷ്, ഇത് ക്യൂ, ഇത് പി ഡാഷ്, ഇത് പി, ഇത് 15, ഇത് 10. സോ ഈ പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ക്യൂവും ഇതിന് പറയുക പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ പി എന്നും പറയും. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് ഗിവൺ. എത്രയാണ്? 50 mm. സോ ദിസ് ഈസ് ദി, ഇതാണെന്നത് 50. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 50. അങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് തീറ്റ തന്നിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് END PROJECTORS ഈസ് ഈക്വൽ ടു 50. ഈ രണ്ട് പോയിന്റ്, ഈ രണ്ടെണ്ണം മാത്രമേ നമുക്ക് തന്നിട്ടു. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രൂ ലെങ്ത്തും തീറ്റയും, തീറ്റ വന്നു 5, ആൽഫ, ബീറ്റ, പി ഡാഷ്, ക്യൂ ഡാഷ്, എലിവേഷൻ പ്ലാൻ എല്ലാം കാണണം. സോ നമുക്ക് നോക്കാം ഇനി എങ്ങനെ അത് കണ്ടുപിടിക്കുവാന്ന്. അപ്പോൾ ഒരു കുറ്റം പറഞ്ഞാൽ തന്നെ ആദ്യം ഇങ്ങനെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക, ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക ആദ്യം. ഇനി സോൾവ് ചെയ്യാം. അപ്പം $15 mm above HP, 10 mm in front of VP, and end Q, capital Q, 55 mm above HP, and the line is intended to 33 HP. Okay. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ഒരു XY ലൈൻ വരച്ചു. ദിസ് ഈസ് ദി XY ലൈൻ. നെക്സ്റ്റ് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ P. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ 3D ചിത്രം ഉണ്ടല്ലോ, ഇതേമാതിരി വരച്ചിട്ടുള്ള ഫിഗർ PQ, ഇത് P ഡാഷ്, ആ ചിത്രം പ്രകാരം P dash will come here and P will come here. The point capital P which is in the first quadrant, so P dash will come above XY line and small P will come below XY line. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് 15, അതേമാതിരി 10. അത് ഡയമെൻഷനൊക്കെ ഞാൻ മുന്നേ പഠിപ്പിച്ച മാതിരി തന്നെ വരക്കണം. ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. 15, so this is 10. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഇസ് ഗിവൺ. എത്ര? 50. അപ്പോൾ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 50 മീൻസ് 5 സെൻറ്റിമീറ്റർ, 50 mm is equal to 5 സെൻറ്റിമീറ്റർ അല്ലേ? സോ ദിസ് ഈസ് 50 ഉണ്ടോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ദിസ് ഈസ് 50 മില്ലിമീറ്റർ. അത് കിട്ടി. പിന്നെ എൻഡ് ക്യാപിറ്റൽ Q ഈസ് 50 mm എബവ് HP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എബവ് HP എന്ന് പറയുമ്പോൾ എവിടെ വരിക? XY ലൈനിൻ്റെ മേലെ അല്ലേ? ഇത് 15 ആകുമ്പോൾ 15, 30 ഏകദേശം ഇവിടുത്തോട്ട് വരും. എബവ് HP എന്ന് പറയുമ്പോൾ എപ്പോഴും വരിക XY ലൈനിൻ്റെ മേലെയായിരിക്കും വരിക. പക്ഷേങ്കിൽ ആ പോയിന്റിൻ്റെ പേര് P എന്നാണെങ്കിൽ നമ്മളെന്ത് വേണം? P ഡാഷ് എന്ന് ഇവിടെ എഴുതണം. എബവ് HP മീൻസ് ഓൾവേസ് XY ലൈനിൻ്റെ എബവ്. പക്ഷെ നമ്മൾ പേര് എഴുതുമ്പോൾ P ഡാഷ് വരും. ഈ P ഡാഷ് എങ്ങനെ വരുന്നത് മനസ്സിലായില്ല. ഈ ക്യാപിറ്റൽ P ഇങ്ങനെയാണ് വരുന്നത്. ഇത് 15 ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ശരിക്കും ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് 15. അപ്പോൾ ഇവിടെ P ഡാഷ് എത്ര കിട്ടി? This dimension is equal to 55 mm കിട്ടി. ഇനി എന്ത് ചെയ്യണം? P ഡാഷ് എന്ന് കിട്ടി. Q ഡാഷ് എന്തായാലും ഇതിൻ്റെ മേലെ തന്നെ എവിടെയോ ആയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം P ഡാഷും Q ഡാഷും നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ദി ഫ്രണ്ട് വ്യൂ. സോ P ഡാഷ് Q ഡാഷ് നമുക്ക് കിട്ടി. P ഡാഷ് Q ഡാഷ് മനസ്സിലായി, TT മനസ്സിലായി. അതേമാതിരി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് 50 അതും നമുക്ക് കിട്ടി. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റേ പഴയ ട്രയാങ്കിൾ മെത്തേഡ് നമുക്കറിയാം. ട്രൂ ലെങ്ത്തും അതേമാതിരി എലിവേഷൻ ലെങ്ത് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, കിട്ടി. അപ്പോൾ ട്രൂ ലെങ്ത്തും അതേമാതിരി ഫൈയും അപ്പോൾ എലിവേഷനാണ് കിട്ടുക. അതായത് P ഡാഷ്, ഇത് Q ഡാഷ്. ഇപ്പോൾ ഇവിടെ 5 വരുമ്പോൾ ഇത് P, ഇത് Q2, ഇത് ലോക്കസ്. അതേമാതിരി ഇത് ട്രൂ ലെങ്ത്തും ഇത് TTയും ആകുമ്പോൾ ഇത് പ്ലാൻ മീൻസ് എന്താണ്? സ്മോൾ ടു P, സ്മോൾ ടു Q. TT ആകുന്ന സമയത്ത് ഇത് P ഡാഷ്, ഇത് Q1 ഡാഷ്. ശരിയല്ലേ? അപ്പോൾ എലിവേഷൻ ലെങ്ത് നമുക്കറിയാം. ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അതായത് ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചില്ല പറയാം. അതായത് ഇത് ജസ്റ്റ് വരച്ചു.
എലിവേഷൻ ലെങ്ത് ഇവിടെ എടുത്തു. അപ്പോൾ പി ഡാഷ് ക്യൂ ഡാഷ് ഇത് നമുക്കറിയാം. നൗ ഡ്രോ എ പെർപെൻഡിക്കുലർ. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. ട്രൂ ലെങ്ത് തന്നിട്ടില്ല. പക്ഷെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ട്രൂ ലെങ്തും 5 ആണ് എലിവേഷൻ, ട്രൂ ലെങ്തും തീറ്റയും ആണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ട്രൂ ലെങ്തും 5 എലിവേഷനാണ്, ട്രൂ ലെങ്തും തീറ്റയും പ്ലാനാണ്. ഇത് നമുക്കറിയാം. പക്ഷെ ട്രൂ ലെങ്തും 5 എലിവേഷൻ അറിയാം, പക്ഷെ ട്രൂ ലെങ്തും 5 അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രൂ ലെങ്തും തീറ്റയും പ്ലാനാണ്, പക്ഷെ തീറ്റ അറിയാം, ട്രൂ ലെങ്തും അറിയില്ല, പ്ലാനും അറിയാം. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് വിട്ടേക്ക്. അപ്പോൾ ഇതിലേക്ക് വരാനായിട്ട് നമ്മൾ അപ്പോൾ നമുക്കറിയാം ഇത് പി ഡാഷ്, ഇതെന്താണ്, ഇത് ക്യൂ ഡാഷ് ആണ്. അപ്പോൾ ഈ ദിസ് ഇസ് ലോക്കസ് ഓഫ് ക്യൂ ഡാഷ്. അപ്പോൾ Q1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്, ഇത് ലോക്കസ് ഓഫ് ക്യൂ ഡാഷ്. ഇത് Q1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ മേലെ എവിടെയും കയറ്റി വരും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, കാരണം തീറ്റ അറിയാം. തീറ്റ എത്ര 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രി 30 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യാം. So you got the value of P dash Q1 dash. So this is the angle 30 degree and this one will be the angle alpha. True length ഉം ഫൈയും എലിവേഷൻ, ട്രൂ ലെങ്തും തീറ്റയും പ്ലാൻ. ഇതിങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടി. പി ഡാഷ് Q1 ഡാഷ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇത് എന്താണ്, പി ഡാഷ് Q1 ഡാഷ് പി Q1 പി ക്യൂ പി Q2 പി ഡാഷ് Q2 ഡാഷ് പി ഡാഷ് ക്യൂ ഡാഷ്. ആർക്ക് സ്ട്രെയിറ്റ് ആർക്ക് പാരലൽ ടു എക്സ് വൈ Q2 ഡാഷ് ക്യൂ ഡാഷ് ആയി മാറുന്നു, Q1 ക്യൂ ആയിട്ട് മാറുന്നു. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ പി ഡാഷ് Q1 ഡാഷ് ഇത് കിട്ടി. ഇനി അടുത്ത് പി Q1. ഈ നമ്മുടെ പോയിന്റ് ഇവിടെ ഉണ്ട്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ എടുക്കുക. ഇതിലെവിടെയും കാര്യം Q1 വരും. ആ Q1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ, ഇതിനെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ Q1 നേരെ പെർപെൻഡിക്കുലർ കണ്ടോ, ഇതേമാതിരി. സോ നമുക്ക് എന്ത് പോയിന്റ് കിട്ടി, ഇവിടെ Q1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അതേമാതിരി അടുത്തെന്ന് വേണം PQ2. ഇവിടെ 5 എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് അറിയാമോ, ഇല്ല അറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, എന്തറിയാം, ഇത് പി ഡാഷ്, ഇത് പി ആണ്, ഇത് ക്യൂ ഡാഷ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്ത് എവിടെയോ ആയിട്ട് വരിക, അത് ഉറപ്പാണ്. അപ്പം ഈ PQ1 നമുക്ക് എന്താ ഇവിടെ ആർക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, PQ2 അല്ലേ. അപ്പോൾ ഇത് സെൻറ്ററാക്കിയിട്ട് PQ1 റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആർക്ക് വരക്കുക. ആ ആർക്ക് വരക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യണം, ഈ പ്രൊജക്ടേഴ്സിനെ കട്ട് ചെയ്യും. ഇതാണ് XY ലൈൻ. അപ്പോൾ ഇവിടെ ഇപ്പം ഇവിടെ ഇതിനെ പറയുന്നത് ഇതാണ് നമുക്കറിയാം. ഇതിനാണ് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ Q. ദിസ് ഇസ് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ P. അപ്പോൾ ഈ പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ Qയും ഈ ആർക്ക് Q1 തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ പോയിന്റ് സ്മോൾ ലെറ്റർ Q. അതേമാതിരി പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ Qയും ഈ പറഞ്ഞ ലോക്കസ് ഓഫ് Qയും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഓൾസോ യു വിൽ ഗെറ്റ് പോയിന്റ് സ്മോൾ ലെറ്റർ Q. ഇതേമാതിരി ആർക്ക് സ്മോൾ ലെറ്റർ Q1ഉം ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ Qയും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സ്മോൾ ലെറ്റർ Q കിട്ടും. ഇങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് സ്മോൾ ലെറ്റർ Q കിട്ടാം. അത് പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ കാര്യം സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതൊന്നൊരു വിഷയമല്ല. ഇത് P ആണ്, ഇത് Q ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഈ ആർക്കിനെ നമ്മൾ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആർക്ക് എന്ത് ചെയ്യും, പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ Qവിന് ആർക്ക് Q1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് അങ്ങനെ മാത്രം എടുക്കുക. ദിസ് ഇസ് ജസ്റ്റ് ആർക്ക് Q1 എന്ന് വിചാരിക്കുക. ആ ആർക്ക് Q1 എന്ത് ചെയ്യും, ഇങ്ങനെ പോയി ഇന്റർസെക്ട് കട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദി പോയിന്റ് സ്മോൾ ലെറ്റർ Q. സോ യു വിൽ ഗെറ്റ് ദി പ്ലാൻ ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടിയില്ലേ. അപ്പോൾ എന്തായിരിക്കും, ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദി ആംഗിൾ ബീറ്റ. PQ കിട്ടി, PQ1 അതുമായി. ഇനി PQ2 എടുക്കണ്ടേ, അതിനെന്ത് ചെയ്യണം,
എന്താ ഇതിൻ്റെ പേരെന്നാ? ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ ക്യൂ. ഈ ലോക്കസ് ഓഫ് ക്യൂവിൻ്റെ മേലാണ് എന്തുണ്ടാവുക? ക്യൂ ഉണ്ട്. ഇനി Q2 ഉണ്ടാവുക. ആ Q2 കിട്ടണമെങ്കിൽ ട്രൂ ലെങ്ത് P ഡാഷ് Q1 ഡാഷ് ആ ലെങ്ത് എടുക്കുക വിത്ത് റെസ്പെക്ട് ദിസ് പോയിന്റ് ഡ്രോ വൺ ആർക്ക്. ആ ആർക്ക് കിടക്കുന്ന സമയത്ത് എന്ത് കിട്ടും? PQ2. അപ്രോക്സിമേറ്റ്ലി PQ2 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടത്തോട്ട് വരിക. PQ2. സോ ദിസ് ഇസ് ദി ആംഗിൾ 5 എപ്പോഴും അകത്തും ബീറ്റ പുറത്തേക്ക് ആണ് എഴുതുന്നത്. ഞാൻ വീഡിയോ മാറിപ്പോയി. അപ്പോൾ ഇത് ഓക്കെ. ഇനി P ഡാഷ് Q2 ഡാഷ് അത് പാരലൽ ടു XY ആണ്. അപ്പോൾ P ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ Q2 ഡാഷ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതിന് ജസ്റ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അതേമാതിരി ഇതിനെ മേലോട്ടേക്കും. യു ഗോട്ട് ദി പോയിന്റ് P ഡാഷ് Q2 ഡാഷ് കിട്ടിയില്ലേ? അതും കഴിഞ്ഞു. ഇനി P ഡാഷ് Q ഡാഷോ അതിവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സെൻറ്റർ ആക്കി ഒരു ആർക്ക് ഇങ്ങോട്ടേക്ക് വരക്കാം, അല്ലെങ്കിൽ ഇത് റേഡിയസ് ആക്കി ഒരു ആർക്ക് അങ്ങോട്ടേക്ക് വരക്കാം. പക്ഷേ എങ്ങനെ വരച്ചാലും കൃത്യമായിട്ട് ആർക്ക് ഇങ്ങനെ വരണം. ഇതിന് രണ്ടൊരു പോയിന്റ് ഒരു കൂട്ടുകൂട്ടുന്ന വിധത്തിൽ തന്നെ വരക്കണം. ഇപ്പം എന്ത് ചെയ്തു? ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് P ഡാഷ് ട്രൂ ലെങ്ത് കിട്ടി, എലിവേഷൻ ലെങ്ത് പ്ലാൻ ലെങ്ത് കിട്ടി, എലിവേഷൻ ലെങ്ത് കിട്ടി, തീറ്റ കിട്ടി, ഫൈ കിട്ടി, ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. സോ ഇങ്ങനെ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. ഓക്കെ. അതായത് ഇങ്ങനെ പഠിച്ചു പ്രൊജക്റ്റേഴ്സ് ഓഫ് ഇത് P ഡാഷ്, ഇത് P. സോ ദിസ് ഇസ് 15, ഇത് 10 കിട്ടി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ ദാറ്റ് ഈസ് 55 അല്ലേ? അത് പഠിച്ചു. Q ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടി. സോ ദിസ് ഇസ് ദി P ഡാഷ് Q ഡാഷ്, ദിസ് ഇസ് ദി ലെങ്ത് ഓഫ് ആംഗിൾ ഓഫ് ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട് P ഡാഷ് Q1 ഡാഷ് P Q1 PQ PQ2 P ഡാഷ് Q2 ഡാഷ് P ഡാഷ് Q ഡാഷ്. P ഡാഷ് Q1 ഡാഷ് വരക്കണ്ടെങ്കിൽ തീറ്റ വേണം, PQ2 വരക്കണ്ടെങ്കിൽ 5 വേണം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ആർക്കാണ്. ഇത് സ്ട്രെയിറ്റ് ഒരു ആർക്ക്. Q2 ഡാഷ് Q ഡാഷ് ആയി മാറുന്നു, Q1 Q ആയിട്ട് മാറുന്നു. Pന്റെ ലൊക്കേഷൻ നൽകുകൊണ്ട് P ഫിക്സഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. സോ ദിസ് ഇസ് 55. അത് ഓക്കെ. സോ ഒരു ലൊക്കേഷൻ വരക്കാം. സോ ദിസ് ഇസ് ദി ഇവിടെയാണ് എന്ത് വരിക? Q1 ഡാഷ് ഈ ലൈനിൽ എവിടെയോ ആയിട്ട് വരും. അത് കണ്ടുപിടിക്കണം. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഈ പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ Qയും ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ Qയും ഇവിടെ സ്മോൾ ലെറ്റർ Q ഉണ്ടാവുമല്ലോ, ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഈ സ്മോൾ ലെറ്റർ Q കിട്ടും. അതേമാതിരി ഇവിടെ വരയ്ക്കുന്ന ആർക്ക് ഈ Q1 ഉണ്ടല്ലോ, ആർക്ക് Q1ഉം അതേമാതിരി ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ Qയും ഇന്റർസെക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ Q കിട്ടും. പിന്നെ എന്താ അടുത്തുള്ള ഈ കാണുന്ന പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ Qയും ആർക്ക് Q1 ഇന്റർസെക്ട് ചെയ്യുമ്പോഴും നമുക്ക് സ്മോൾ ലെറ്റർ Q കിട്ടും. ഇങ്ങനെ 3 മെത്തേഡ് നമുക്ക് കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റിവേഴ്സ് പ്രോസസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് P ഡാഷ് Q ഡാഷ് അതിവിടെ കിട്ടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടെങ്കിൽ ഒരു ആർക്ക്, ശരിയല്ലേ? ആ ആർക്ക് കൂടി പോയാൽ എനിക്ക് കിട്ടും P ഡാഷ് Q ഡാഷ് കിട്ടും. മാത്രമല്ല ഈ P ഡാഷ് Q ഡാഷ് എന്ന് പറയുന്നതാണ് XY ലൈന് സ്ട്രെയിറ്റ് ആണ്. ഇതാണ് നമ്മുടെ XY ലൈന്. ആ XY ലൈന് സ്ട്രെയിറ്റ് ആണ് P ഡാഷ് Q ഡാഷ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈൻ എവിടെയോ ആയിട്ട് എന്ത് കിട്ടും? എനിക്ക് ഈ Q2 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഒരു ആർക്കാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. സോ I will get the point Q2 dash. So with respect to this point P dash, I will rotate it. So you got the point that is Q2 dash. Q2 dash കിട്ടി. ഇനി Q2 dash നമുക്ക് PQ2 കിട്ടണമെങ്കിൽ വേണ്ടേ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് മാത്രമേ Q2 dash നമുക്ക് Q2 കിട്ടും. സോ ഇങ്ങനെ ഇവിടെ എവിടെയോ ആയിട്ട് വരും PQ2. അത് നമുക്ക് അറിയാതെ അവിടെ നിൽക്കട്ടെ, വെയിറ്റ്. ഇനി അടുത്തത് നമുക്ക് എന്താ പോസിബിലിറ്റീസ് ഉള്ള ഇവിടെ നെക്സ്റ്റ് P ഡാഷ് Q ഡാഷ് P ഡാഷ് Q1 ഡാഷ്. P ഡാഷ് Q1 ഡാഷ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കറക്റ്റ് തീറ്റ ആയിക്കോട്ടെ 30 ഡിഗ്രിയാണ്. സോ 30 ഡിഗ്രി ആംഗിൾ എടുക്കുക, കട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ദി ലെങ്ത് P ഡാഷ് Q1 ഡാഷ്. സോ ദിസ് ഇസ് ദി ആംഗിൾ തീറ്റ. തീറ്റ ഇപ്പുറം വരണം, ആൽഫ അപ്പുറം വരണം, ഓർമ്മിക്കുക. അപ്പോൾ P ഡാഷ് Q1 ഡാഷ്. നെക്സ്റ്റ് താഴോട്ടേക്ക് Q1 ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും Q1 കിട്ടില്ലേ? P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. സോ ഇറ്റ് ഇസ് പാരലൽ ടു XY. ഡ്രോ വൺ ലൈൻ. ദിസ് ലൈൻ ഇസ് പാരലൽ ടു XY.
ഇവിടെ എവിടെയും കഴിച്ച് നമുക്ക് തൊട്ട് ഈ Q1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ആ Q1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടണമെങ്കിൽ നേരെ പ്രൊജക്റ്റ് ചെയ്ത് അവിടേക്ക്. സോ ദിസ് ഈസ് ദി പോയിന്റ് Q1. അപ്പോൾ P ഡാഷ് Q1 ഡാഷ് ഓക്കെ ആയി, P Q1 ഓക്കെ ആയി, P ഡാഷ് Q ഡാഷ് ഓക്കെ ആണ്, P ഡാഷ് Q2 ഡാഷ് ഓക്കെ ആണ്. ഇനി ബാക്കിയുള്ളത് P Q2 ബാക്കിയുണ്ട്, സ്മോൾ P Q കൂടി ബാക്കിയുണ്ട്. അതിനും കൂടി നമ്മൾ ചെയ്യണം. ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മളെ മറ്റേ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ട്രൂ ലെങ്ത്തും ഫൈയും എലിവേഷൻ, ട്രൂ ലെങ്ത്തും തീറ്റയും പ്ലാൻ. ശരിയല്ലേ? അപ്പോൾ ട്രൂ ലെങ്ത് ഫൈ ആകുമ്പോൾ വരും എ B2 എ ഡാഷ് ബി ഡാഷ്, സോറി പി അല്ല വരുന്നത്. അപ്പോൾ P Q2 P dash Q dash P dash Q1 dash P Q. ഇവിടുത്തെ P Q2 P dash Q dash ഇങ്ങനെ വരും. ലോക്കസ് വരച്ചു, ഇവിടെ നിന്ന് ലോക്കസ് വരയ്ക്കുക. അപ്പോൾ ട്രൂ ലെങ്ത്തും തീറ്റയും ട്രൂ ലെങ്ത് കിട്ടി. അപ്പോൾ ട്രൂ ലെങ്ത് നമുക്ക് ഇതിനെ മെഷർ ചെയ്യാം. ട്രൂ ലെങ്ത്തും തീറ്റയും കൂടി കിട്ടി നമുക്ക് പ്ലാൻ ലെങ്ത് കിട്ടിയില്ലേ? ആ പ്ലാൻ ലെങ്ത് എത്രയാണോ അത് ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഈ കാണുന്ന പ്രൊജക്ടേഴ്സ് ഉണ്ടല്ലോ, പ്രൊജക്ടേഴ്സ് ഓഫ് Q, ആ പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ Qവിനെ ഇത് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്ലാൻ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ അത് കിട്ടി സ്മോൾ P Q കിട്ടി. സോ ദിസ് ഇസ് ദി ആംഗിൾ ബീറ്റ. അപ്പോൾ ഇത് കിട്ടി. ഇനി ഇതൊന്നിരിക്കും ലോക്കസ് ഓഫ് സ്മോൾ Q അല്ലേ? അപ്പോൾ Q2 ഇവിടെ തന്നെ വരും. അപ്പോൾ PQ കിട്ടി. ഇനി PQ2 നമുക്ക് വേണ്ടത്. അപ്പോൾ P dash Q dash P dash Q2 dash drop out here. So this is the point PQ2. So this will be the angle phi. ഇങ്ങനെ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ പ്ലാൻ ലെങ്ത് നമ്മൾക്ക് ഈ ട്രയാങ്കുലർ മെത്തേഡ് കിട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയണ്ടേ, ഇവിടെ ഇപ്പം ഈ പറയുന്ന മാതിരി ഇവിടെ ലോക്കസ് ഉണ്ട്, അത് നമുക്കറിയാം. ആ ലോക്കസ് Q2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പ്ലാൻ ലെങ്ത് നമുക്ക് ഇതേമാതിരി മെത്തേഡ് കിട്ടിയെങ്കിൽ നമുക്ക് ഇത് സെൻറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വരക്കാൻ പറ്റും പ്ലാൻ ലെങ്ത്. അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈനിൽ വരണം, ഈ പോയിന്റും ഈ പോയിന്റും. ഇനി അങ്ങനെയല്ല, ഇനിയിപ്പോൾ ഈ ലോക്കസ് എന്നതിന് പകരം സപ്പോസ് നമുക്ക് എന്താ പറയേണ്ടത്, ഇതേമാതിരി ഈ PQ1 ഇങ്ങനൊരു ആർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കും. ഇതിന് മേലെ എവിടെയോ ആയിട്ടാണ് Q എന്ന് പറയുന്ന പോയിന്റ് വരിക. പക്ഷെ നമുക്ക് പ്ലാൻ ലെങ്ത് അറിയെങ്കിൽ ഇത് സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, Q എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇനി അതല്ല, അങ്ങനെയല്ല, ഇനി വേറെ മൂന്നാമത്തെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടേഴ്സ് ഇറ്റ് ഈസ് ഗിവൺ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഇതാവട്ടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഈ ലെങ്ത് കിട്ടുകയാണെങ്കിൽ കട്ട് ചെയ്താൽ മതി, നമുക്ക് PQ കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡ് നമുക്ക് എന്ത് കിട്ടും, ഈ Q കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പ്ലാൻ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 മെത്തേഡിൽ ഒന്ന് ഇത് തന്നാൽ കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആർക്ക് കിട്ടിയാൽ കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ലോക്കസ് തന്നാൽ കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ 3 തരത്തിൽ. ഓക്കെ, താങ്ക് യു.